തിരുവനന്തപുരത്ത് ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്ന ശ്രീലേഖ കൗൺസിലറാണ് വി.കെ. പ്രശാന്ത് എം.എൽ.എയുമായിട്ട് നേരിട്ടൊരു തർക്കം. ഈ തർക്കത്തിൽ എം.എൽ.എ ആയിട്ടുള്ള പ്രശാന്ത് പറയുന്നത് എൻ്റെ ഓഫീസ് അവിടുന്ന് ഒഴിപ്പിക്കാനായിട്ട് ശ്രീലേഖ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നു അവരുടെ ധിക്കാരം കണ്ടോ, ഇവർ മേയർ ആയാൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു. ഒടുവിൽ ശ്രീലേഖ എന്ന് പറയുന്ന കൗൺസിലർ നേരിട്ട് പ്രശാന്തിൻ്റെ എം.എൽ.എ ഓഫീസിലേക്ക് എത്തുകയാണ്. എന്നിട്ട് പ്രശാന്തിനോട് ചോദിക്കണം, ഞാൻ നിങ്ങളോട് അങ്ങനെ വല്ലതും പറഞ്ഞു, നിങ്ങൾ എനിക്ക് സഹോദര തുല്യരല്ലേ എന്ന രീതിയിൽ വളരെ സൗമ്യമായി പെരുമാറിയതോടുകൂടി ആ CPM എം.എൽ.എയുടെ ഏതാണ്ട് കാറ്റുപോയ അവസ്ഥയിലേക്ക് എത്തി. കാരണം മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രശാന്ത് അവിടെ ഈ എം.എൽ.എ ഓഫീസായിട്ട് ഉപയോഗിച്ച കെട്ടിടത്തിന് ഏതാണ്ട് 800 രൂപയോളം മറ്റോ ആണ് വാടക എന്നാണ് പുറത്തു വരുന്നത്. ഇവർക്ക് 68,000 രൂപയോളം എം.എൽ.എക്ക് അലവൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ആ ഓഫീസ് പ്രവർത്തിക്കാൻ IT മേഖലയിലേക്ക് മറ്റ് ഓഫീസ് ആവശ്യങ്ങൾക്കായിട്ടൊക്കെ. അപ്പോൾ ഇത്രയും വലിയ പൈസ ഗവൺമെൻറ്റിൽ നിന്ന് എഴുതിയെടുത്തിട്ട് 800 രൂപയ്ക്ക് മാത്രം ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നതിൽ ചില നീതികേടൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും കോർപ്പറേഷൻ BJP ഭരണത്തിലേക്ക് വന്നപ്പോൾ അതിന് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ കാലാവധി അനുസരിച്ച് ഇനി 3 മാസം കൂടെ അവിടെ ഇരിക്കാം, അതിനുശേഷം മാറണമെന്നാണ് ശ്രീലേഖ പറഞ്ഞത്. അതിനുശേഷം 5 വർഷം എനിക്ക് ആ ഓഫീസ് ഉപയോഗിക്കാമല്ലോ. ഇതിനെ പക്ഷേ വളരെ തെറ്റായ രീതിയിൽ CPM നേതൃത്വം അല്ലെ CPM അണികളൊക്കെ വ്യാഖ്യാനിച്ചു. ആ രീതിയിലാണ് ഈ ചർച്ച മുന്നോട്ട് പോയത്. എങ്ങനെ കാണാം ഇതിനെ? ഇത് വലിയൊരു പൊളിറ്റിക്സ് ആണ് CPM ഉദ്ദേശിച്ചത്. പക്ഷെ അത് പൊളിച്ചിരിക്കുന്നു ശ്രീലേഖ എന്നാണ് പറയുക. CPM-നെ ഈ ശ്രീലേഖ കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാം. കാരണം ഇതിനകത്ത് താഴെത്തട്ടി എന്നുള്ള ഒരു ഐഡിയ അല്ലത്. നമ്മൾ വിചാരിക്കും നിസ്സാരമായിട്ടുള്ള ഓഫീസിൻ്റെ വിഷയമാണ്. അതങ്ങ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അതിന് വേണ്ടി വന്നാൽ ഈ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ പിണറായി സഖാവാണല്ലോ. പിണറായി സഖാവിൻ്റെ തലയിൽ നിന്ന് പോലും വന്ന ഐഡിയ ആയിരിക്കും. കാരണം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമാണ്. ശ്രീലേഖ എന്ന് പറയുന്ന നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കൗൺസിലറാക്കാൻ BJP ഉദ്ദേശിച്ചിരിക്കുന്ന ആളല്ല. ശ്രീലേഖയെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. ഉപയോഗിച്ചാൽ ഗുണം ചെയ്യുന്ന ആളാണെന്നും അറിയാം. കാരണം അവർക്ക് അതിനുള്ള കാര്യപ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം അവരെ മത്സരിപ്പിച്ചത്. അവർ മത്സരിക്കാൻ തയ്യാറാവുക. അവർ BJPയുടെ ഭാഗം നിന്ന് അല്ലെങ്കിൽ പൊതുസേവനത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയുമാണ്. അപ്പോൾ ഇപ്രാവശ്യം അല്ലെങ്കിൽ അവരെ മേയറാക്കുന്ന വിവാദം അറിയാലോ. മേയർ ആയിരുന്നെങ്കിൽ അവർ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റ് അവർ കൊടുത്ത് മത്സരിപ്പിച്ചേനെ. അവരെ ജയിപ്പിച്ചിട്ട് അന്നേരം മേയർ സ്ഥാനത്തു നിന്ന് മാറേണ്ടി വന്നേ. ഇപ്പോൾ അവരെ ഈ രാഷ്ട്രീയ തീരുമാനം ഏറ്റവും നല്ല BJPയുടെ രാഷ്ട്രീയ തീരുമാനമായിട്ട് എനിക്ക് കാണാൻ പറ്റും. കാരണം പാർട്ടിക്കകത്ത് നിന്നവൻ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നവൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് നിൽക്കുന്നത് തന്നെയാണ് മേയറാവേണ്ടത്. മാത്രമല്ല ജനറൽ സീറ്റാണല്ലോ. അപ്പോൾ അവർ മാറി നിൽക്കുന്നു. പാർട്ടിക്കാർ ഡെപ്യൂട്ടി മേയർ ആവുന്നു. അതിനുശേഷം അവിടെ വന്നേക്കുന്ന ഒരു ക്ലെയിം കേട്ടതെന്ന് പറഞ്ഞാൽ BJP അടുത്ത പ്രാവശ്യം ശാസ്തമംഗലത്ത് മത്സരിപ്പിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ് ആദ്യം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്ത വരുന്നുണ്ട്. പുറത്ത് BJP പറഞ്ഞില്ലെന്ന്, അത് ശ്രീലേഖയാണ്. അപ്പൊ ശ്രീലേഖ ശാസ്തമംഗലം മത്സരിച്ചാൽ അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള MLA ആയിട്ട് നിൽക്കുന്ന പ്രശാന്താണ്. അപ്പം പ്രശാന്തിൻ്റെ ആ സീറ്റ് ശ്രീലേഖ മത്സരിച്ചാൽ CPM-ന് ഇപ്പം തിരുവനന്തപുരത്ത് പല സീറ്റിലും കോൺഗ്രസുമായിട്ടല്ല CPM-ന്റെ മത്സരം, അത് BJP ആയിട്ടാണ് മത്സരം, അറിയാമല്ലോ. അപ്പം BJP ആണ് ഭയക്കുന്നത്. കാരണം കോർപ്പറേഷൻ കൂടി അവരുടെ കയ്യിലായപ്പോൾ BJPയുടെ വളർച്ച അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അവരുടെ സീറ്റുകൾ നിലനിർത്തണമെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഈ സീറ്റിൽ പ്രശാന്ത് മത്സരിച്ച വേറെ ചില കുഴപ്പങ്ങൾ അവിടെ ഉണ്ട്. പ്രശാന്തിന് തോക്കാൻ സാധ്യതയുള്ള വേറെ ചില കുഴപ്പങ്ങൾ ഞാൻ ഒരു മാധ്യമത്തിൽ നിന്ന് അതേപോലെ പൊളിച്ച് പറയാൻ പറ്റുന്നതുകൊണ്ട് പറയാം. ശ്രീലേഖ വന്നാൽ അതവിടെ ശ്രീലേഖയ്ക്ക് ഗുണം ചെയ്യും. അപ്പോൾ അത് വരുമ്പോൾ ശ്രീലേഖ ആദ്യമേ ഒരു ധിക്കാരിയാണ്. BJP ഇത്തരത്തിലാണ്, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ MLA പോലും കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലുള്ള ആളാണ്. ചെറിയ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഭരണം ഏൽപ്പിച്ചപ്പോൾ ഒരു MLA ഓഫീസ് ബലമായി പിടിച്ചെടുക്കാൻ ആദ്യമേ തീരുമാനിക്കുന്ന ആളാണ് എന്നുള്ള രീതിയിലേക്ക് ഒരു വാർത്ത വലിയ വലിപ്പത്തിൽ കൊണ്ടുവന്നു. അതേ വലിപ്പത്തിൽ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. രാവിലെ ശ്രീലേഖയുടെ പുറകെ കൂടി ശ്രീലേഖ അന്നേരെ വിളിച്ചു കൊടുത്തു. ശ്രീലേഖ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരനായിട്ടാണ് കാണുന്നത്, ഞാൻ പേഴ്സണലി ഒരു ഫോൺ ചെയ്തേ ഉള്ളൂ, ഈ പറയുന്നത് പോലെ എവിടെ ചോദിച്ചാൽ MLAക്ക് ഒരു ഓഫീസ് കിട്ടും, അല്ലെങ്കിൽ അത്തരത്തിലാണെന്നല്ലോ MLAയുടെ വലിപ്പം. അവിടെ ഞാനൊരു വാർഡിലെ മെമ്പർ മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് ആ വാർഡിലല്ലേ ഇരിക്കാൻ പറ്റൂ. കോർപ്പറേഷനകത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓഫീസുണ്ട്, ആ ഓഫീസിനകത്ത് എനിക്ക് വിശാലമായിട്ടൊന്ന് ഇരിക്കാൻ ഒരു സൗകര്യം തരുമോ എന്ന് MLA അടുത്ത് ചോദിച്ചതേ ഉള്ളൂ. അതപ്പോൾ എൻ്റെ സഹോദരനായിട്ടുള്ള അദ്ദേഹം ഇത് വെളിയിൽ കൊണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വെളിയിൽ കൊണ്ടുപോയി മാധ്യമത്ത് പറയും, എൻ്റെ കുടുംബാംഗമാണ്, എൻ്റെ മോൻ്റെ കല്യാണം നടത്തിയ ആളാണ്, നിങ്ങൾ പരിശോധിച്ചാൽ മതി, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവർ വിളിച്ച് പ്രശാന്തിനെ വിളിച്ച് ശ്രീലേഖ പറയാം, മാധ്യമങ്ങളെല്ലാം കൂടെ വിളിച്ച് പ്രശാന്തിൻ്റെ ഓഫീസിൽ ചെന്ന് ചോദിച്ചിട്ട്, ഞാൻ ഇങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ? പ്രശാന്തും CPM-ഉം ഇതുപോലൊരു പ്രതിസന്ധി അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനകത്ത് അനുഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഈ പ്രശാന്തിനെയും CPM-നെയും വേണ്ടി വന്നാൽ പിണറായിയെയും പൊളിച്ചു എന്ന് പറയും. ഇതിനകത്ത് രണ്ടാമതൊരു പൊളിറ്റിക്സ് കൊണ്ട് ഒരു മേയർ കൂട്ടി നാടുവിടാൻ പോകുക എന്നാണ് പറയുന്നത്. കാരണം ഈ വികസനത്തിൻ്റെ കൂടെ BJP ഏറ്റെടുത്തിരിക്കുന്നത് അഴിമതിയാണ്. അഴിമതി എന്ന് പറഞ്ഞാൽ
വളരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി. ആ അഴിമതിയുടെ പിറകിൽ ഒരു ആര്യരാജേന്ദ്രൻ അല്ലല്ലോ. ആര്യരാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചുമ്മാതെ ഒരു മേയർ ഉടുപ്പൊക്കെ ഇടിച്ച് അവിടെ ഇരുത്തുക, ഒപ്പിടാൻ പറയുന്നിടത്തൊക്കെ ഒപ്പിട്ടാൽ മതി. അപ്പം ഈ അഴിമതി അന്വേഷിച്ചാൽ അവിടെ CPM പൊളിയും, അല്ലെങ്കിൽ പലതും വെളിയിൽ വരും. അതിൻ്റെ പുറകോട്ട് അന്വേഷിക്കുമ്പോൾ ആരെയൊക്കെ സംരക്ഷിച്ചു, കാരണം ദീർഘ 10-40 കൊല്ലത്തെ ചരിത്രമുണ്ടല്ലോ, ഇത് പുറകോട്ട് അന്വേഷിച്ചാൽ വലിയ കുഴപ്പം. അപ്പം ആ മേയറെ മറച്ചു പിടിക്കുന്നതിനും കൂടി, അല്ലെങ്കിൽ ഒളിച്ചു വെക്കുന്നതിനും കൂടി, അല്ലെങ്കിൽ ഒളിച്ചു പിടിക്കുന്നതിനും കൂടി പ്രശാന്ത് എന്ന് പറയുന്ന മേയറെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ CPM-നെ ഉപദ്രവിക്കുന്നത് കൊണ്ടുവരാൻ വേണ്ടി ഒരു പൊളിറ്റിക്സ് ആയിരുന്നു. അത് പൊളിച്ചു എന്ന് വേണം കരുതാൻ. അല്ല, ഇതിനകത്ത് ഞാനും കാണുന്നത് തന്നെയാണ്. കാരണം ഇത് ഈ CPM-ന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM ഒരു മനോരോഗത്തിന്റെ അടിമയായി, പാരനോയ എന്ന് പറയും. കാര്യം എപ്പോഴും നമ്മൾ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നലുള്ളതിനാണ് ഈ പാരനോയ, മാനസിക രോഗം എന്ന് പറയുന്നത്. അത് കാരണം അപ്പുറത്തൊരു ശത്രുവിനെ എപ്പോഴും കാണുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ശത്രുവിനെ എടുത്തിങ്ങനെ കാട്ടിയിട്ട് ശത്രുവിനെ അറ്റാക്ക് ചെയ്ത് അവിടെ അങ്ങനെയാണ് ഇതിൻ്റെ നിലനിൽപ്പ് തന്നെ. ഇപ്പോൾ വട്ടിയൂർക്കാവ് സ്വാഭാവികമായിട്ടും വട്ടിയൂർക്കാവ് BJPക്കാണ് ഇപ്പോഴും അവിടെ മുൻതൂക്കം നിലനിൽക്കുന്നത്. അപ്പം ഈ ശ്രീലേഖ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പ്രശാന്തനും വട്ടിയൂർക്കാവ് മത്സരിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മുഖ്യമായ ഒരു ശത്രു എന്ന് പറയുന്നത് ശ്രീലേഖയാണ്. അപ്പോൾ ശ്രീലേഖ ഈ പറഞ്ഞ പോലെ പോലീസ്, DGP അതേപോലെ ആജ്ഞാപിച്ചു ഇറങ്ങാൻ പറയുന്നു, അധികാരം കിട്ടിയ ഉടനെ തന്നെ ധാർഷ്ട്യം കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീകളോട് ചേർന്ന് ധാർഷ്ട്യം കൂടെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ പ്രതികരിക്കുക എന്നുള്ളത് നല്ല എക്സാമ്പിൾ അവരുടെ മുമ്പിലുണ്ട്. ആര്യരാജേന്ദ്രൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് സാധാരണ ജനങ്ങളോട് കണ്ടെത്തിയത് ഈ ധാർഷ്ട്യമാണ്. അത് അവരതൊരു വിക്റ്റിമായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും, കാരണം CPM-ന്റെ ഒരു രാഷ്ട്രീയ സംസ്കാരം ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ ഒരു യുവതിയെ സ്വാധീനിച്ചതിൻ്റെ ഫലമാണ്. അപ്പം ആ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഒരു സംഗതി, അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പോലീസിൻ്റെ ആ ഒരു ധാർഷ്ട്യത്തോടു കൂടി തന്നെ ശ്രീലേഖ പെരുമാറുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ എടുത്ത് പെട്ടെന്നൊരു ആയുധമാക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പം ഈ CPM-ന്റെ ഒരു പാപ്പരത്വം ആലോചിച്ച് നോക്കും. ഒരു നല്ല ഒരു ആയുധം ഏത്, മോശം ആയുധം ഏത് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി പോലും CPM-ന് നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതാണ്. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതി എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ശ്രീലേഖയുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോലുള്ള ശേഷി CPM-ന്റെ നേതൃത്വത്തിന് ഇല്ല എന്നുള്ളതാണ് ഈ കാണിക്കുന്ന സാധനം. അതുകൊണ്ടാണ് ശ്രീലേഖ വന്ന് ഈ പറഞ്ഞതുപോലെ, സാധാരണ നമ്മുടെ CPM-ന്റെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ട് വലിയ ആരോപണം ഉന്നയിച്ചിട്ട് അതിനെ കടത്തിവെട്ടി പ്രതിരോധിച്ച് അടിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പ്രക്രിയയാണ് കേരളത്തിൽ പൊതുവെ നടക്കുന്ന സംഗതി. അപ്പോൾ ഇതൊരു വലിയൊരു BJP ഭരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പോലീസ് ഇനിയിപ്പം തിരുവനന്തപുരം നഗരം തന്നെ ഒരു പോലീസിന്റെ ഭരണത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ധാർഷ്ട്യത്തിന്റെ ഭരണത്തിലേക്ക് പോകുന്നു എന്നൊരു പൊളിറ്റിക്കൽ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള CPM-ന്റെ ഏറ്റവും കരുതിക്കുട്ടികളുടെ ശ്രമം തന്നെയായിരുന്നു പ്രശാന്തിലൂടെ വന്നത്. അതിനകത്ത് ഏറ്റവും ഒരു വളരെ എന്താ പറയുക, ഒരു ദാരുണമായ ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ പ്രശാന്തും ശ്രീലേഖയും തമ്മിൽ ഇത്രയധികം സൗഹൃദം ഉണ്ടായിരുന്നുള്ള കാര്യം നമ്മളിപ്പോൾ ശ്രീലേഖ പറയുമ്പോൾ അറിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര രാഷ്ട്രീയ സംസ്കാരമില്ലായ്മയാണ്. ഇത്രയും അടുപ്പമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ അടിസ്ഥാനമില്ലാതെ പേഴ്സണലി പറഞ്ഞൊരു കാര്യം അത് ഏത് ലെവലിലേക്കും കൊണ്ടുപോകാൻ കഴിയുന്നുള്ളത് മനുഷ്യനും തമ്മിലുള്ള വിശ്വാസം എങ്ങനെ ഉണ്ടാവുന്നു? അല്ല, ഇത് ഇപ്പൊ എന്താ വെച്ചാൽ ശ്രീലേഖ ആദ്യം തന്നെ മേയറായി വരുമെന്നുള്ള രീതിയിൽ ഒരു പ്രചരണം ഉണ്ടായി. അപ്പൊ മേയറായിട്ട് ശ്രീലേഖ കൊണ്ടുവരുന്നില്ല, പകരം BJP-യിലെ മുതിർന്ന ഒരു നേതാവിനെ അവർ മേയറാക്കുന്നു. അപ്പം ശ്രീലേഖയ്ക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന രീതിയിലേക്ക് ഇത് വളച്ചൊടിക്കാന്ന് പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പാപ്പരത്വമാണ്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിട്ട് BJP-ക്കെതിരായിട്ട് ശ്രീലേഖയെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അവർ വളർത്തിക്കൊണ്ടിരുന്നു. അപ്പം നമ്മളും കരുതി, ആദ്യം വാർത്ത വന്നപ്പോഴൊക്കെ തന്നെ വിചാരിച്ചേണ്ട ശ്രീലേഖ ഒരു കൗൺസിലർ ആയതേ ഉള്ളൂ, അപ്പോഴേക്കും ഇത്തരം അഹംഭാവം കാണിച്ചോ, ഒരു MLA-യുടെ ഓഫീസ് എടുത്തു കളയണമെന്നോ, ഈ തിട്ടൂർ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിനകത്ത് കുറച്ച് വാസ്തവമുണ്ട്. കാരണം വലിയ ഏരിയയാണ്. നേരത്തെ കോർപ്പറേഷൻ മേയറായിരുന്ന പ്രശാന്ത് പിന്നീട് MLA ആയപ്പോൾ അത് ഏറ്റെടുത്ത്, അന്ന് ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ട് ആ സ്ഥലം വിട്ടുകൊടുക്കാനും തയ്യാറായില്ല. കാരണം ഇത്രയും വലിയ ഏരിയ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൗൺസിലർക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന കൗൺസിലർ പറഞ്ഞത്, എനിക്ക് ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ, എനിക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓഫീസ് മാറ്റി. ഇത് തന്നെയാണ് ശ്രീലേഖ പറയാം, 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കരാർ അവസാനിപ്പിക്കും, അപ്പോഴേക്കും ഞാൻ അവിടെ വന്നോട്ടെ, അങ്ങനെ ചോദിച്ചാണ്. അപ്പോൾ 2500-ഓളം പേർ പങ്കെടുത്ത ശ്രീലേഖയുടെ മകന്റെ വിവാഹത്തിൽ ഒരു വലിയ കാർമികനെ പോലെ പ്രശാന്ത് നിന്നു.
അല്ലെങ്കിൽ അന്നത്തെ ആ വന്നവരൊക്കെ അറിയുമോ ചോദിക്കുമ്പോൾ പ്രശാന്തിന് മിണ്ടാട്ടം ഇല്ലാതായി പോയി. അപ്പൊ ശരിക്കും ഒരു രാഷ്ട്രീയ പാപ്പരത്തം കാണിച്ച CPM-ന്റെ തലയ്ക്ക് തന്നെ ഒരു അടി കിട്ടിയെന്ന് പറഞ്ഞുകൂടെ? തലയ്ക്ക് അടി കിട്ടിയെന്ന് മാത്രമല്ല, യഥാർത്ഥ മുഖമാണ് തെളിഞ്ഞിട്ടത്. എല്ലാ ഇതുപോലുള്ള വിവാദങ്ങളുടെയും പിന്നില് ഇങ്ങനെ ഒരു വളരെ എന്താ പറയുക, മഞ്ഞിച്ച് നിൽക്കുന്ന ഒരു മുഖം നമുക്ക് പ്രശാന്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് സംഗതി. അതെ, കാര്യം ഇതിനകത്ത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാന ചില മിനിമം മൂല്യങ്ങൾ നമുക്ക് ഏത് രാഷ്ട്രീയ മനുഷ്യനും തമ്മിൽ വേണ്ടേ, അതുപോലും CPM ഇവിടെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുരന്തം. ഇതിനകത്ത് ഇപ്പൊ മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള രാജേഷ്, ഇവരെല്ലാം തന്നെ പ്രതികരണമായിട്ടൊക്കെ വരികയാണ്. എന്നിട്ട് പറയണോ MLA എന്ന് പറയുന്നത് കൗൺസിലറുടെ മുകളിലാണ്. പക്ഷെ ഈ നേരിട്ട് ഈ MLA-യുടെ ഓഫീസിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഇത് തകർന്നു പോകാനുള്ള കാരണം മൊത്തം വിഷ്വൽ മീഡിയ ആണ്, ദൃശ്യങ്ങൾ അപ്പൊ കണ്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് അങ്ങനെയല്ലേ പ്രശാന്ത് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നു. ശരിക്കും ഒരു ഹീറോ പരിവേഷം സൃഷ്ടിക്കാൻ. തീർച്ചയായിട്ടും. കാരണം ഇനി ശ്രീലേഖ ഇനി വട്ടിയൂർക്കാവ് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒരു വലിയൊരു നിക്ഷേപമായി ശ്രീലേഖ അത് മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ BJP-ന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴേ ഈ ശ്രീലേഖ സ്വന്തം സഹോദരൻ എന്ന പോലെ ചേർത്ത് പിടിക്കണം. BJP-യുടെ കൗൺസിലർ പോയി CPM MLA അങ്ങനെ ചേർത്ത് പിടിച്ചാലേ. അല്ല, അങ്ങനെയായിരുന്നു, ചേർത്ത് പിടിച്ചതല്ല, അങ്ങനെയായിരുന്നു. അതിനകത്തൊരു രാഷ്ട്രീയമാണ് കളിച്ചേ, മനസ്സിലായില്ലേ? അത് പൊളിച്ചു അവര്, അതേ ഉള്ളൂ. അത് ഇതിനകത്ത് വേറൊരു സംഗതി പറഞ്ഞതുപോലെ ഇപ്പൊ VK പ്രശാന്ത് അവിടെ ഇരിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ നമ്മൾ ആലോചിച്ച് നോക്കി അധികാര ദുർവിനിയോഗം കൂടെ. അതെ, തീർച്ചയായിട്ടും അധികാര ദുർവിനിയോഗം. അദ്ദേഹം അവിടെ മേയറായിട്ടിരുന്നു, ഞങ്ങളുടെ ഭരണം നടക്കുന്നു, ആര് ചോദിക്കാൻ എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അവിടെ കാണുന്നത്. അതെ അല്ലേ? ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.